ഞങ്ങളുടെ ജീവിതത്തിൽ കുടുംബസമേതമുള്ള ഒരു ലോങ് യാത്രയാട്ടോ ഇത്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ ഡൽഹിക്കാണ് പോകുന്നത്. എല്ലാ പ്ലാനിങ്ങും കുട്ടൻ്റെ ആട്ടോ. ഒരു 2 വർഷം മുന്നേ കുട്ടനൊക്കെ ഡൽഹിക്ക് പോയിരുന്നു. ആ സമയത്ത് എടുത്തൊരു തീരുമാനമായിരുന്നു കുടുംബസമേതം ഒന്ന് ഡൽഹിക്ക് പോകണം എന്നുള്ളത്. അങ്ങനെ 2 വർഷം കഴിഞ്ഞപ്പോഴാട്ടോ ഞങ്ങൾക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയത് പോകാനുള്ള. കാരണം കഴിഞ്ഞ പ്രാവശ്യം കുട്ടനൊക്കെ പോകുന്ന സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. ആ സമയത്ത് യാത്ര പറ്റില്ലായിരുന്നു. അതുകൊണ്ട് അവരെല്ലാം പോയി വന്നു. കുട്ടൻ്റെ ഫ്രണ്ടും പോയി വന്നു. ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ലായിരുന്നേ. അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം കുടുംബസമേതം പോവുകയാണ്. ഇപ്പോഴത്തെ അമ്പാടിക്ക് 2 വയസ്സായി. 2 വയസ്സാവാൻ പോകുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് റോഡിലേക്ക് കയറിയതാട്ടോ ഞങ്ങൾ കാണുന്നത്. 2:20 ആകുമ്പോൾ ഒരു ബസ് ഉണ്ടാവും എന്ന് വിചാരിച്ച് കയറിയതാണ്. ആ ബസ് ഞങ്ങൾക്ക് കിട്ടിയില്ല. നോക്കുമ്പോൾ നമ്മൾ ഓട്ടോയ്ക്ക് പോകാമെന്ന് തീരുമാനിച്ച് നിൽക്കുകയാണേ. അപ്പം കുറച്ച് പേര് ആദ്യത്തെ ഓട്ടോയ്ക്കും പിന്നെ കുറച്ച് പേര് അടുത്തൊരു ഓട്ടോ വരുമ്പോൾ അതിനും കയറാമെന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു. ഞങ്ങളെ ഈ യാത്ര ഞങ്ങളൊരു ഫ്രണ്ടിൻ്റെ ട്രാവൽ ഏജൻസിയായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ സെറ്റാക്കിയതാട്ടോ. അപ്പോൾ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കുന്നതിന് വേണ്ടി ഞങ്ങൾ അങ്ങോട്ടേക്ക് ട്രെയിനിലും തിരിച്ചിങ്ങോട്ടേക്ക് ഫ്ലൈറ്റിലുമാണ് ആക്കിയത്. ഇപ്പോൾ എല്ലാവരും തിരുവമ്പാടി ബസ് സ്റ്റാൻഡിലെത്തി. അപ്പോൾ നമ്മൾ ബസ്സിന് വേണ്ടി നോക്കി നിൽക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് 5:15 ട്രെയിന്. അപ്പോൾ ഈ സമയത്തുള്ള ബസ്സിൻ്റെ ടൈമൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ 5:15 കഴിയും അങ്ങെത്താൻ. ഇവിടുന്ന് ബസ് എടുക്കാൻ ലേറ്റ് ആയുള്ള ബസ്സൊക്കെ. അപ്പോൾ നമ്മൾ നോക്കി നിന്നിട്ട് നമ്മളെ അവിടുന്ന് വരുന്ന ബസ് തന്നെ നമുക്ക് കിട്ടിയിട്ടോ. നമുക്ക് അവിടുന്ന് അത് എപ്പോഴാണെന്നുള്ള കറക്റ്റ് സമയം അറിയാത്തതുകൊണ്ട് നമുക്ക് അവിടുന്ന് കയറാൻ പറ്റാതെയായിപ്പോയത്. നമ്മൾ ഓട്ടോയ്ക്ക് വന്നത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ആ ബസ് തന്നെ നമുക്ക് കിട്ടി. നമ്മളെ അവിടുന്ന് വരുന്ന ബസ്സിന് തന്നെയാണ് പിന്നെ നമ്മൾ കയറിയത്. ഞാൻ KSRTC ബസ്സിലിരിക്കുന്ന പോലെയല്ലേ. ബസ് എടുത്തു ഗൈസ്. എല്ലാം ഒന്നും വേണ്ട. അങ്ങനെ ഞങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ തന്നെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ പറ്റിയേ. ഇപ്പോൾ വിബിയാണ്ണും കുട്ടനും ഒക്കെ ടിക്കറ്റിൻ്റെ കാര്യം നോക്കാൻ വേണ്ടി പോയതാണ്. ഓൾറെഡി ബുക്ക് ചെയ്തായതുകൊണ്ട് ഇനി എന്തെങ്കിലും ചെയ്യണമെന്നറിയാൻ വേണ്ടി അവർ ജസ്റ്റ് ഒന്ന് അന്വേഷിക്കാൻ പോയതാണ്. ഇനി കുറച്ച് നേരം ഞങ്ങളെ അമ്പാടി ഞങ്ങൾക്ക് തരുന്ന എൻ്റർടൈൻമെൻറ്റ് ഷോ നിങ്ങൾക്ക് കാണാവുന്നതാണ്.
അമ്പാടി അങ്ങനെ അവിടെ കിടന്ന് കുത്തി മറിഞ്ഞ് വാശി പിടിക്കുന്നത് കാണുമ്പം ഞങ്ങൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കാണ്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ അവൻ്റെ അടുത്ത് പോകാണ്ട് നിൽക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മളടുത്ത് പോകാത്തതാണ് നല്ലത്. കുറച്ച് വാശി പിടിക്കുമ്പം അത് വെറുതെയാണ് വാശി പിടിക്കുന്നതും. അപ്പോൾ ആ സമയത്ത് നമ്മളടുത്ത് ചെല്ലുമ്പം അവർക്ക് ആ വാശി കൂടും, അവരെ കരച്ചിലൊക്കെ കുറച്ചും കൂടി ഒച്ചത്തിലാവും. അപ്പം നമ്മൾ കുറച്ച് നേരം എന്താ ചെയ്യുന്നത് വെച്ചാൽ അവരങ്ങ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ അത് ശരിയായിട്ട് അവർ താനേ വരും. അവനിങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ നമ്മളതിന് വേണ്ടാന്ന് പറഞ്ഞാലോ അതിനെതിരെ നിന്നാലോ അവരെ വാശികൾ ഇങ്ങനെ കൂടുക ചെയ്യുക. അപ്പോൾ അവനെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പരിധി വരെയൊക്കെ അവനത് ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ അങ്ങ് വിടുക തന്നെയാട്ടോ ചെയ്യുക. നമ്മൾ വെറുതെ പിടിച്ചു വെച്ച് എന്തിനാ ഒരു രംഗം വഷളാക്കുന്നത്. അപ്പോൾ അവന് വേണ്ടത് അവൻ ചെയ്തോട്ടെ. അത് അതിര് കിടക്കുന്ന സമയത്ത് മാത്രം നമ്മൾ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്താൽ മതിയല്ലോ. അങ്ങനെയാട്ടോ ഞാൻ ചിന്തിച്ച് വെക്കുന്നത്. ശരിയാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഞാനങ്ങനെയാണ് ചെയ്യാറ്. ഞാനെന്നല്ല, എൻ്റെ അച്ഛനും അമ്മയാണെങ്കിലും അവൻ്റെ അച്ഛനാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. അപ്പുറത്തിരിക്കുന്ന കുട്ടീൻ്റെ കയ്യിലൊരു ഡോഗിനെ കണ്ടപ്പം അവനത് വേണം. അപ്പോൾ അവനത് മേടിച്ച് അവൻ്റെ കയ്യിലുള്ള അപ്പം ഷെയർ ആക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. എന്നിട്ട് ആ ഡോഗിനെ കൊടുക്കുന്നേ ഇല്ല. ലാസ്റ്റ് ആ കുട്ടിക്ക് ആ ഡോഗിനെ കൊടുക്കാൻ അവനെ ഒന്ന് കരയിപ്പിക്കേണ്ടി വന്നു. അപ്പോൾ നമുക്ക് അവന് കൊടുക്കുന്നില്ല എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കതല്ലേ വാങ്ങിച്ചു കൊടുക്കാനല്ലേ പറ്റുള്ളൂ. അവൻ്റെ ആനേനെല്ലാം കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്, പക്ഷേ എന്നാൽ ഡോഗിനെ കൊടുക്കില്ല. അങ്ങനെയായിരുന്നേ. അങ്ങനെ നമ്മൾ ട്രെയിൻ വന്നു കേട്ടോ. ഇനിയിപ്പോൾ 2 ദിവസം ഇതിനകത്താണ്. ഇന്ന് വൈകുന്നേരം, ഇന്നിപ്പോൾ വൈകുന്നേരം 5:30 ആയല്ലോ. ഇന്ന് രാത്രി, നാളെ രാത്രി, അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ അവിടെ എത്തുക. നമ്മളെ യാത്രയിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ, എൻ്റെ ഭർത്താവ്, മോന്, അച്ഛനമ്മ, എൻ്റെ അനിയൻ, അനിയൻ്റെ ഭാര്യ, എൻ്റെ അച്ഛനമ്മ, അനിയൻ, ഇത്രയും പേരാണ് പോകുന്നത്. നമ്മൾ സീറ്റൊക്കെ കണ്ടുപിടിച്ച് ഇരുന്നു കേട്ടോ.
എല്ലാവർക്കും ഒരേ സ്ഥലത്ത് സീറ്റ് കിട്ടിയിട്ടില്ല. നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് ട്രെയിൻ ബുക്ക് ചെയ്തത്. അപ്പോൾ എല്ലാവരും അവിടെയും ഇവിടെയൊക്കെ ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഞാൻ, അമ്മ, വിബിയണ്ണ് ഒക്കെ ഒരു സ്ഥലത്തും അനിയനും ഭാര്യയും വേറെ സ്ഥലത്ത്, അവരെ അച്ഛനും അമ്മയും അനിയനും ഒക്കെ വേറെ സ്ഥലത്ത്, അങ്ങനെയാണ് ഉള്ളത്. ഇനിയിപ്പോൾ അമ്പാടിക്ക് ഫുഡ് കൊടുക്കുന്നതിൻ്റെ രംഗങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ് അവന് കൊടുക്കാൻ, കഴിക്കുകയില്ല. അതാ പാലം നോക്കിയാ കുട്ടി. അങ്ങോട്ട് പോകണ്ട, ഇവിടെ വരെയുള്ളൂ, നമ്മുടെ അതിൽ ഇടം വരെയുള്ളൂ. എപ്പോഴാ വരാന്നൊക്കെ പോകുന്നത്, പിന്നെ അങ്ങോട്ട് പോകുന്നത് കാണണല്ലോ. അമ്പാടി ട്രെയിനിൽ കയറിയപ്പോൾ മുതൽ അടങ്ങിയിരിക്കാണ്ടായതാണ്. അങ്ങോട്ട് നടക്കുക, ഇങ്ങോട്ട് നടക്കുക, അപ്പുറത്താരൊക്കെയോ കഴിക്കുന്നത് പോയി മേടിച്ച് കഴിക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. ലാസ്റ്റ് ട്രെയിനിൽ 2-3 വട്ടം വീണ്. ട്രെയിൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകുമല്ലോ, ആ സമയത്ത് വീണ്. ഒരു പ്രാവശ്യം വീണയിൽ എണീറ്റയിൽ മുതുകത്ത് മുറിവെല്ലായി. സീറ്റിൻ്റെ അടിയിൽ എന്തൊരു കൂർത്ത സാധനം ഉണ്ടായിരുന്നു, അത് തട്ടി മുതുകത്ത് മുറിവെല്ലാം ആയി. പിന്നെ കുറച്ച് നേരം അടങ്ങിയിരുന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു. ഇത് പിറ്റേ ദിവസം രാവിലെയായി. ഞങ്ങൾക്ക് രാത്രിയുള്ളൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. നമ്മൾ ട്രെയിനിൽ കഴിക്കാനുള്ള ഫുഡൊക്കെ കരുതിയിരുന്നു. രാത്രിക്കത്തേക്ക് ചോറും കറിയും ഒക്കെ എടുത്തിരുന്നു. രാവിലെ ചപ്പാത്തിയും ചിക്കനും, ഉച്ചത്തേക്ക് നെയ്ച്ചോറും മീൻകറിയായിരുന്നു ആക്കിയത്. അപ്പം നമ്മൾ അങ്ങനെ ഫുഡ് എടുത്താൽ കേടാവൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഫുഡെല്ലാം നല്ലതായിരുന്നു, നല്ല കേടാവാതെ നല്ല രീതിയിൽ തന്നെ നിന്ന്. നമ്മൾ ആ നെയ്ച്ചോറ് രാത്രിക്കത്തേക്കും ഉണ്ടായിരുന്നു. അപ്പോൾ നെയ്ച്ചോറ് നമ്മൾ കുറച്ചൊരു വേവ് കുറച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് കേടാവുകയില്ല. ഇനി ചെറിയൊരു ഷോപ്പിങ്ങാണ്. കാരണം അമ്മേൻ്റെ കാതിലേക്ക് നോക്കിയേ, വലിയൊരു ജിമിക്ക് കമ്മലാണുള്ളത്. പോരാനുള്ള തിരക്കിൻ്റെ ഇടയിൽ കയ്യിൽ കിട്ടിയൊരു കമ്മൽ എടുത്തിട്ട് പോരുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ അമ്മയ്ക്ക് കമ്മൽ വേണ്ടിയിട്ട് നമ്മൾ നോക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനും ഒരു കമ്മൽ മേടിച്ചു. 20 രൂപയുള്ളൂ കേട്ടോ ഒരു കമ്മലിന്. ഈ കമ്മൽ എൻ്റെ അടുത്തൊരു വൈറ്റ് ടോപ്പുണ്ട്, അപ്പോൾ അതിന് ഇടാൻ കണക്കാക്കിയിട്ട് എടുത്തതാണ്. അപ്പോൾ താജ്മഹൽ കാണാൻ പോകുമ്പോൾ ആ വൈറ്റ് ഡ്രസ്സ് ഇടാം എന്ന് വിചാരിച്ചായിരിക്കുന്നത്. അപ്പോൾ അതിനെടുത്ത ഒരു കമ്മലായത്. സ്വർണ്ണം ഒന്നും ഇട്ടാൽ ശരിയാവില്ലല്ലോ, സ്വർണത്തിനൊക്കെ എന്താ വില. അതുകൊണ്ടാണ് കമ്മലൊക്കെ ഊരി വെച്ച് കിട്ടിയ കമ്മലിട്ടിട്ട് പോകുന്നത് അമ്മ. ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തേക്ക് നോക്കി കാഴ്ചകൾ കണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ.
പുറത്തേക്ക് നോക്കിയാൽ ഒരു പുഴുത്ത സ്ഥലം പോലെ ഇല്ലേ. നമ്മളെ നാടൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളെ നാട് നല്ല പച്ചപ്പ്, ഇവിടെ മൊത്തം മണ്ണിങ്ങനെ പൊടി പാറിയ സ്ഥലം പോലെ. ഞാൻ ഉറങ്ങി അവിടെ പറഞ്ഞിട്ട് ആഹാ, എന്ത് ഭംഗിയുള്ള നോട്ടാ അല്ലേ. അങ്ങനെ രാത്രിയായി. അപ്പോൾ കിടക്കാനുള്ള സ്ഥലം ശരിയാക്കുക കേട്ടോ. തലേ ദിവസം രാത്രി ഞാൻ താഴത്തെ തട്ടിലാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. ഉറങ്ങാനേ പറ്റിയിട്ടില്ല. അമ്പാടി ഉണ്ടല്ലോ, അപ്പോൾ അമ്പാടീൻ്റെ സ്ഥലം കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കിടക്കുന്ന ഇങ്ങനെ ചരിഞ്ഞ് കിടക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. ഒന്ന് ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിയാൽ നിലത്ത് വീഴുന്ന പോലെയായിരുന്നു. അപ്പോൾ രാത്രി എനിക്ക് ഉറങ്ങാനേ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം ഈ രണ്ടാമത്തെ തട്ടിൽ കിടക്കാമെന്ന് വിചാരിച്ചേ. അവിടെ ആവുമ്പോൾ ഇങ്ങനെ നമ്മളെ താങ്ങി നിർത്താനുള്ള പോലത്തെ രണ്ട് വടി പോലത്തെ അങ്ങനത്തെ ഉണ്ടല്ലോ. അപ്പോൾ അതാവുമ്പോൾ ഒന്ന് സൈഡിലേക്കായാലും ഞാൻ താഴത്തേക്ക് വീഴില്ലല്ലോ. അപ്പോൾ അങ്ങനെ കിടക്കാമെന്ന് വിചാരിച്ചു.
അങ്ങനെ പിറ്റേ ദിവസമായേ. അപ്പോൾ നമ്മൾ ആഗ്രയിലെത്തി. ആഗ്രയിലാണ് ഇറങ്ങുന്നത്. അപ്പോൾ എല്ലാം ഒരു സ്ഥലത്താണ്, ഡൽഹിയിലാണെന്ന് വെച്ചാൽ ഡൽഹിക്ക് പോയി ഇറങ്ങരുത്. അപ്പം നമുക്ക് ഈ ആഗ്രയിൽ നിന്ന് ഒരു 3-3.5 മണിക്കൂറുണ്ട് ഡൽഹിയിലേക്ക്. അമ്പാടി അടുത്ത്, അതാണ് ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ ഇറങ്ങിയേ. അപ്പോൾ നമ്മൾ ആരും തന്നെ ഡ്രസ്സ് മാറ്റിയിട്ടില്ല. എല്ലാവരും ആ ഇട്ട ഡ്രസ്സ് തന്നെയാണ് ഉള്ളത്. കാരണം നമ്മൾ ട്രെയിനിൽ ബാത്റൂമിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു നന്നായിട്ട്. അപ്പോൾ നമുക്ക് ആ ബാത്റൂമിൽ നിന്ന് ഡ്രസ്സ് മാറ്റുന്നതിനെക്കാട്ടും ഭേദം ഇങ്ങനെ തന്നെ ഇരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നും. नहीं है टैक्सी है नहीं टैक्सी बुक किया അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പോൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റിംഗ് ആട്ടോ. അപ്പോൾ നമ്മൾ ട്രാവൽ ഏജൻസി വഴിയല്ലേ ഇത് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഓൾറെഡി നമുക്ക് വണ്ടിയൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടീൻ്റെ അടുത്തേക്ക് പോവുകയാണേ. നമ്മൾ വണ്ടീൻ്റെ അടുത്തേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവിടെ ചെന്ന് വണ്ടിയിൽ ബാഗെല്ലാം കയറ്റി വെച്ചതിന് ശേഷം ഒരു ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ അവരെടുത്തിട്ട് ഏജൻസിക്ക് അയച്ചു കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വന്നതിൻ്റെ തെളിവും വണ്ടിയിൽ കയറിയതിൻ്റെ തെളിവൊക്കെ അവർക്ക് അറിയണമല്ലോ. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്തിട്ട് അവർ ഏജൻസിക്ക് അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ठीक है मैं टिकट दे दूँ इधर भी बैठ सकते हो. ओके ओके बड़े रात में അവിടെ സീറ്റ് ഉണ്ട് ഇവിടെ बढ़िया
നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന ഹോട്ടലിലേക്കാട്ടോ പോകുന്നത്. നമ്മളിന്നൊരു ദിവസം മാത്രമേ ഇവിടെ ആഗ്രയിൽ നിൽക്കുന്നുള്ളൂ. താജ്മഹലൊക്കെ കണ്ടിട്ട് നമ്മൾ പിറ്റേ ദിവസം ഇവിടുന്ന് പോകും. ഇന്നൊരു നൈറ്റ് ഇവിടെ സ്റ്റേ ചെയ്യുള്ളൂ. നമ്മൾ നിൽക്കാൻ പോകുന്ന ഹോട്ടലിൻ്റെ പേര് മേപ്പിൾ ഗ്രാൻഡ് എന്നായിരുന്നേ. നല്ല ഹോട്ടലാണ്, നല്ല റൂമൊക്കെ ആയിരുന്നു. അതെടുക്കാൻ ആളുണ്ടാവും. കേരമ്പാടി കേറി അതിനകത്ത് ആ സാധനം ഇടും. അതതിൻ്റെ അകത്ത് ഇട്. ആ കീൻ്റെ സാധനം എടുത്തു. അതിനകത്ത് ഇട്ട് വെച്ചേ. പോട്ടെ. അമ്പാടി ബാ, അപ്പുറം പോയാലോ, ബാ മാമൻ്റെ അടുത്ത് പോയാലോ, ബാ പാപ്പീൻ്റെ റൂം പോയാലോ, ബാ. ഏത് മാമൻ ഏത് പാപ്പി. അമ്പാടി ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ റൂമിലെത്തിയിട്ട്. എന്നും കാണുന്ന തരത്തിലുള്ള റൂമല്ലല്ലോ. അവ കണ്ടപ്പോൾ അവനെ കട്ടിലൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ബ്രെഡും കോഴി ശിവേട്ടാ കട്ടൻ പഠിക്കുന്ന അവിടെ ഉണ്ടാവില്ലേ? കുട്ടി ഇതിനകത്ത് ഇട്ടെ നോട്ടെ, അരി സ്വിച്ചിട്ടെ. അല്ല, 1 മണിയാ ചായ വേണേ ഉണ്ടാക്കി കുടിച്ചോളൂ. 1 മണിയാ അപ്പോൾ ഇനി എല്ലാവർക്കും കുളിച്ച് ഫ്രഷ് ആയിട്ട് വേണം ഇനി ഇറങ്ങാൻ. ഉച്ചത്തേക്ക് ഫുഡൊക്കെ കഴിക്കാനുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഞങ്ങൾ ഇവിടെ എത്തുന്നത് വരെയുള്ള യാത്രാവിശേഷങ്ങൾ മാത്രമാണ് കാണിക്കുന്നത്. ഇനിയുള്ള വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവേ. ഇത് തന്നെ കുറേ ഉണ്ട്, 30 മിനിറ്റ് എങ്ങാനും ഉണ്ട് വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ ബൈ.